ഡിയർ ഫ്രണ്ട്സ്, ഇന്നൊരു ഡിന്നർ പ്രിപ്പറേഷനാണ്. ഒരു മട്ടൻ കറിയും ഒരു റൈസും ആണ് ഉണ്ടാക്കുന്നത്. അപ്പം മട്ടൻ കറിക്ക് ആവശ്യമുള്ള മട്ടൻ കട്ട് ചെയ്ത് ക്ലീനാക്കി, അതിൻ്റെ കൂട്ടത്തിൽ ക്രഷ്ഡ് ഗാർലിക് ആൻഡ് ജിഞ്ചർ, പിന്നെ കുറച്ച് പെപ്പർ പൗഡർ, ടർമറിക് പൗഡർ എല്ലാം ചേർത്ത് കുക്കറിനകത്ത് വേവിക്കാൻ വെക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു റൈസ് ഉണ്ടാക്കുന്നുണ്ട്. ആ റൈസ് പെർഫെക്റ്റ് ഗീ റൈസ് അല്ല, കുറച്ച് ചോപ്ഡ് ക്യാരറ്റും ചോപ്ഡ് ബീൻസും ചേർക്കുന്നുണ്ട്. അപ്പോൾ ആ റൈസിൻ്റെ കൂട്ടത്തിൽ അതും കൂടെ, ആ വെജിറ്റബിൾസും കൂടെ മോൻ കഴിക്കുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാനങ്ങനെ ചേർക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് കാഷ്യൂവും റൈസിൻസും ഒക്കെ ഫ്രൈ ചെയ്ത് മാറ്റി, അതിനുശേഷം കുറച്ച് മസാല, അതായത് ഗരം മസാലയുടെ സിനമണും ക്ലോവ്സും കാർഡമമും ആഡ് ചെയ്തു. അതിൻ്റെ കൂട്ടത്തിൽ ഒനിയൻസും ആഡ് ചെയ്തു. നന്നായിട്ട് ഫ്രൈ ചെയ്ത് ആയിക്കഴിഞ്ഞപ്പോൾ, ഒത്തിരി ഫ്രൈ ആയില്ല എങ്കിലും ഏകദേശം ഒന്ന് സോട്ടേ ആയിക്കഴിഞ്ഞപ്പോൾ ചോപ്ഡ് ബീൻസും ചോപ്ഡ് ക്യാരറ്റ്സും ചേർത്തു. പിന്നെ അതിനാവശ്യമുള്ള റൈസ്, അതായത് 2 cups ഓഫ് റൈസാണ് ഞങ്ങൾക്ക് ഇവിടെ വേണ്ടത് ഒരു നേരത്തേക്ക്. അപ്പം നല്ലപോലെ കഴിക്കാനുണ്ട്, കുറച്ച് മിച്ചവും കാണും. അപ്പം അതുകൊണ്ട് 2 cups ഓഫ് റൈസും, കൈമ റൈസാണ് എടുത്തിരിക്കുന്നത്. അതിനാവശ്യമുള്ള ബോയിലിംഗ് വാട്ടറും ആഡ് ചെയ്ത് അടച്ചു വെച്ച്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് വേവിക്കാൻ സ്റ്റോവിൽ വെച്ചു. അപ്പം അതേസമയം തന്നെ മട്ടൻ കുക്ക് ചെയ്തത് ഒരു ഹാഫ് കുക്ക് ആകുമ്പോഴത്തേക്കും അതിലേക്ക് പൊട്ടാറ്റോ അരിഞ്ഞതും ചേർത്ത്, അതിൻ്റെ കൂടുതൽ കുറച്ച് കോറിയൻഡർ ലീവ്സും ഉപ്പും ചേർത്ത് ഒന്നും കൂടെ അടച്ചു വെച്ച് വേവിക്കാൻ ആയിട്ട്. അപ്പം ആ പൊട്ടാറ്റോയും ഒന്ന് കുക്ക് ചെയ്ത് വരണം. അപ്പോൾ വേറൊരു സ്റ്റൗവിൽ ആ ഗീ റൈസ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഗീ റൈസ് റെഡി ആകുമ്പോൾ അതിലേക്ക് കുറച്ച് റൈസൻസും കാഷ്യൂനട്ടും ഒക്കെ ചേർത്തു, അത് ആ സെയിം ടൈമിൽ തന്നെ. പിന്നെ ഇനിയും ഈ മട്ടൻ കറിയുടെ മസാല ഉണ്ടാക്കണം. മസാലയ്ക്ക് പാത്രം ചൂടാവുമ്പം കോക്കനട്ട് ഓയിൽ, കടുകിട്ടു, സവോള ഇട്ടു. അപ്പം ജിഞ്ചർ ഗാർലിക് ഓൾറെഡി മട്ടനകത്ത് ചേർത്താണ്, അപ്പം വീണ്ടും ഇതിനകത്ത് ചേർക്കുന്നില്ല. പിന്നെ ടൊമാറ്റോ ചേർത്തു. പിന്നെ മസാല കൊറിയൻഡർ പൗഡറും പെരുംജീരക പൗഡറും ഗരം മസാലയുമാണ് ചേർത്തിരിക്കുന്നത്. അത് നല്ലതായിട്ട് വഴറ്റി കഴിയുമ്പോൾ അതിലേക്ക് ഈ മട്ടനും പൊട്ടാറ്റോയും എല്ലാം ആഡ് ചെയ്ത്, ആ കൂട്ടത്തിൽ കോക്കനട്ട് മിൽക്ക് കൂടെ ചേർത്ത് എടുക്കുന്നു. അതാണ് മട്ടൻ കറി. വളരെ ഈസി ആയിട്ട്, എന്നാൽ കോക്കനട്ട് മിൽക്കൊക്കെ ചേർത്തുകൊണ്ട് നല്ലൊരു ടേസ്റ്റുള്ളൊരു കറിയാണ്. അപ്പോൾ ലാസ്റ്റ് ഞാൻ കോക്കനട്ട് മിൽക്കും ചേർത്തു. അങ്ങനെ മട്ടൻ കറിയും ഈ ഗീ റൈസ്, വെജിറ്റബിൾസൊക്കെ ഇട്ട് ഗീ റൈസ്